സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ കഴിഞ്ഞ ദിവസം മലയാളത്തിൽ തന്നെ ആദ്യമായി എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഗൗരവാർഹമായ 4 ഗണിതശാസ്ത്ര പുസ്തകങ്ങളെ പ്രസിദ്ധീകരിക്കുന്നതിനെക്കുറിച്ചും അതിൽ 4-ാമത്തെ പുസ്തകം ആണ് ഏറ്റവും രസകരമായത്. അത് ജാലചതുരം അല്ലെങ്കിൽ മാജിക് സ്ക്വയർസ് ആണ്. അതിൻ്റെ ഇതാണ് ഈ കാണുന്നത്. ഈ ജാലചതുരത്തിലെ കാണുന്ന അത് ലോകത്തിലെ തന്നെ മനുഷ്യ ചരിത്രത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും പ്രായമേറിയ ജാലചതുരമാണ്. അതിന് അവകാശികൾ നമ്മളാണ്, അതായത് ഇന്ത്യക്കാരാണ്. ഖജുരാഹോയിലെ ഒരു ക്ഷേത്രത്തിലെ ചുവർ ചിത്രമായിട്ട് ഉള്ളതാണത്. അത് 9-ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ 10-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ അമ്പലമാണ് എന്നർത്ഥം. അതായത് ഏകദേശം 1200 കൊല്ലം മുമ്പ് നമ്മളെ ഇന്ത്യ രാജ്യത്ത് ദശക്രമത്തിലുള്ള ദശാംശ ലേഖന സമ്പ്രദായം ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവാണത്. അങ്ങനെയുള്ള ഒന്ന് ഇംഗ്ലണ്ടിലൊക്കെ വന്നത് വളരെ കാലത്തിന് ശേഷമാണെന്നർത്ഥം. അപ്പോൾ ഈ ദശാംശ സമ്പ്രദായം 9-ാം നൂറ്റാണ്ടിൽ തന്നെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവാണ്. മാത്രമല്ല, ആ ചതുരത്തിൻ്റെ ചിത്രത്തിൻ്റെ മേലെ അതിൻ്റെ ചരിത്ര പ്രാധാന്യം കൂടി ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അവസാനം അത് വിദഗ്ധന്മാരൊക്കെ അത് വേണ്ട, അതായത് ലോകത്തിലെ ആദ്യത്തെ ഇന്ന് നിലവിലുള്ള ജാലചതുരത്തിൻ്റെ ചിത്രം എന്നല്ലേ ഫോട്ടോ ആണ് അത് അങ്ങനെ എഴുതി വെക്കണം എന്ന് പറയുന്നു. പക്ഷേ അതതിൻ്റെ ഉള്ളിലുണ്ട് തന്നെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല. എന്തായാലും ഈ ജാലചതുരമാണ് ഉള്ളത്. അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് ഞാൻ പറയാം. ജാലചതുരം ഉദ്ദേശിച്ചത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ജാലചതുരം എന്നാൽ ഒരു ചതുരം തുല്യ നീളത്തിലും വീതിയിലും തുല്യ കള്ളികളുള്ള ഒരു ചതുരം, അതാണ് ഒരു സ്ക്വയർ എന്ന് പറയുന്നത്. ആ ചതുരത്തിൽ എങ്ങനെ കൂട്ടിയാലും ഒരേ സംഖ്യ കിട്ടുന്ന ഇതാണ് ജാലചതുരം എന്ന് പറയുന്നത്. അതായത് നീളത്തിൽ കൂട്ടിയാലും വീതിയിൽ കൂട്ടിയാലും കോണോട് കോണ് കൂട്ടിയാലും ഒക്കെ ഒരേ സംഖ്യ കിട്ടുന്നതിനാണ് ജാലചതുരം എന്ന് പറയുന്നത്. അതൊരു തമാശയാണ്, അല്ലെങ്കിൽ ഗണിതത്തിലെ താല്പര്യം ഉണ്ടാക്കാനുള്ള ഒരു വസ്തുതയാണ്. അതിൽ ആദ്യം അതിന് 20 ചാപ്റ്ററാണുള്ളത്. 1 ജാലചതുരം, 2 ക്രമം 3 ആയ ജാലചതുരങ്ങൾ, 4 ചതുരങ്ങളുടെ ക്രമം ഒറ്റ സംഖ്യകൾ, ജാലചതുരങ്ങളുടെ സഞ്ചാര ചരിത്രം, 5 അതിജാല ചതുരങ്ങൾ, 6 ക്രമം 4ൻ്റെ ഗുണിതങ്ങൾ, 7 ഓയിലർ ചതുരങ്ങളിൽ നിന്ന്, 8 ക്രമം 4k+2 ആയ ചതുരങ്ങൾ, 9 ക്രമം 6 ആയ ജാലചതുരം, 10 ക്രമം 4 ആയ അതിജാല ചതുരം, 11 ക്രമം 8 ആയ അതിജാല ചതുരം, 12 ക്രമം 12 ആയ അതിജാല ചതുരം, 13 ക്രമം 9 ആയ അതിജാല ചതുരം, 14 ചെറിയ ചതുരങ്ങളിൽ നിന്ന് വലിയവയിലേക്ക്, 15 സംയോജിത ജാലചതുരങ്ങൾ, 16 ക്രമം എത്ര സംഖ്യയായ ജാലചതുരവും നിർമ്മിക്കാം, 17 ശ്രീനിവാസ രാമാനുജൻ്റെ ജാലചതുരം, 18 ജ്യാമിതീയ രൂപങ്ങളിൽ സംഖ്യകളുടെ ക്രമീകരണങ്ങൾ.
19 അഭാജ്യ സംഖ്യകളുമായി ബന്ധപ്പെട്ട ചതുരങ്ങൾ. അതിജാല ചതുരവും ഡിറ്റർമിനൻറ്റും, അതായത് 20ാമത്തെ. അങ്ങനെ അതാണ് ജാലചതുരത്തെ കുറിച്ചിട്ടുള്ള സമഗ്രമായ ഏകദേശം ഇന്ന് നിലവിലിരിക്കുന്ന ജാലചതുരങ്ങളെ കുറിച്ചിട്ടുള്ള കിട്ടാവുന്ന വിവരങ്ങളൊക്കെ അടങ്ങിയ മലയാളത്തിലുള്ള ആദ്യത്തെ പുസ്തകമാണെന്നാണ് തോന്നുന്നത്. എന്തായാലും അതിനെക്കുറിച്ചിട്ടുള്ള ഞാൻ ഈ പുസ്തകത്തെ കുറിച്ചിട്ട് ഒരു കുറിപ്പ് എഴുതിയിരുന്നു. ആ കുറിപ്പിൽ ഈ ജാലചതുരം ആവാനുണ്ടായ കാരണം, അല്ലെങ്കിൽ ജാലചതുരം മാത്രമല്ല മറ്റുള്ള പുസ്തകങ്ങളൊക്കെ എങ്ങനെ ഉരുത്തിരിയാൻ കാരണമായി എന്നും അതിന് ഞാനും ബാലകൃഷ്ണൻ മാഷും തമ്മിൽ നടന്ന ചർച്ചകൾ എങ്ങനെ സ്വാധീനിച്ചു എന്നും ഈ ചർച്ചകൾ ഞങ്ങൾ സംസാരിച്ചിരുന്ന അല്ലെങ്കിൽ ഞങ്ങൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു, ആ വിഷയങ്ങളിലെ പ്രസക്തി എന്തായിരുന്നു എന്നും നമ്മൾ ആദ്യം ഒരു കുറിപ്പ് എഴുതിയിരുന്നു. ആ കുറിപ്പ് 8 പേജ് ഉണ്ടായിരുന്നു. മാത്രമല്ല ആ കുറിപ്പ് കുറച്ച് ഇപ്പം നിലവിലിരിക്കുന്ന, അതായത് നമ്മളെ ഭരണ നേതൃത്വത്തെ നിശ്ചിതമായി ചോദ്യം ചെയ്യുന്ന ഒരു തന്നെയായിരുന്നു. അപ്പോൾ അത് പ്രത്യേകിച്ച് ഫാറൂഖ് ട്രെയിനിങ് കോളേജിൻ്റെ നേതൃത്വത്തിൽ അങ്ങനെ ഒന്ന് നടക്കുമ്പോൾ അവർക്ക് വിഷമമുണ്ടാവരുത്. കാരണം അവരൊക്കെ തന്നെ നമ്മളെ വളരെയധികം ബഹുമാനിക്കുന്നവരും നമ്മുടെ കുട്ടികളെ പോലെ തന്നെയാണെന്ന് അർത്ഥം. അവരൊക്കെ നമ്മൾ സർവീസിൽ കയറുമ്പോൾ നമ്മളെ കൂടെ പൂർണ്ണമായും സഹകരിച്ചിരുന്ന ആൾക്കാരൊക്കെയാണ്. മാത്രമല്ല ഈ സാമൂഹ്യ മാറ്റത്തിന് ഗണിതശാസ്ത്രം പഠനം അല്ലെങ്കിൽ വിദ്യാഭ്യാസം വലിയ ഒരു ടൂളായിട്ട് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന സുഹൃത്തുക്കളാണ്. അപ്പോൾ അവർക്കൊരു വിഷമം ഉണ്ടാവരുത് എന്നുള്ള നിലക്ക് നമ്മളത് ആകെ മാറ്റി എഴുതിയിട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതിൽ തന്നെ അതിൻ്റെ സാമൂഹ്യ വിമർശനങ്ങൾ പരമാവധി ഒഴിവാക്കിയിട്ടാണ് അതിൽ കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാവാനും മറ്റുള്ളവർക്ക് ഈ കാര്യത്തെക്കുറിച്ചിട്ടുള്ള കുറച്ചും കൂടി അവബോധം ഉണ്ടാവാനും എൻ്റെ ഈ എഴുത്തിൽ ഉണ്ടായ തകരാറുകൾ നിങ്ങൾ പരിശോധിക്കണമെന്നും അതിൽ അസത്യം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പുസ്തകത്തെക്കുറിച്ചിട്ട് ആദ്യം എഴുതിയ ആ കുറിപ്പുകളൊന്ന് വായിക്കാം. അത് നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിലും ഗണിതബോധനത്തിലും എന്തിന് നമ്മുടെ നിഖില മേഖലകളിലും, അതായത് സമൂഹത്തിലെ എല്ലാ ഭരണ നിർവഹണ നീതിന്യായ എല്ലാ മേഖലകളിലും അപകോളനീകരണം ആവശ്യമാണ് എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിലാണ് ഞാനത് എഴുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗണിതശാസ്ത്ര പ്രോത്സാഹനമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതല്ലാതെ സമൂഹത്തെ ഒന്നായിട്ട് മാറ്റണമെന്നോ മറിക്കണമെന്നോ എന്നുള്ള ഒരു ധാരണയിലല്ല ഇതുണ്ടാക്കി. അത് വേറെ ആൾക്കാരുണ്ടാവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗണിതശാസ്ത്രം പരമാവധി കുട്ടികൾക്ക് ദഹിക്കുന്ന രീതിയിൽ വിളമ്പിക്കൊടുക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷം നമ്മളെ സ്കൂളുകളിൽ ഉണ്ടാക്കണം. അത് പലപ്പോഴും മറ്റുള്ള കാര്യങ്ങൾക്ക് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റായിട്ട് വന്നേക്കാം. അത് പ്രശ്നമല്ല. നമുക്ക് ഇതാണ് ആവശ്യം, ഇതാണ് നമ്മളെ ഉദ്ദേശം, നമ്മളെ ലക്ഷ്യം. അപ്പോൾ എന്തായാലും ഞാനതൊന്ന് വായിക്കാം. ഇത് ഒരു പുസ്തകത്തെക്കുറിച്ച് എന്ന് ഞാൻ എഴുതിയ കുറിപ്പുകളാണ്. അത് ഇന്ന് ഇല്ല. എന്നാലും അത് ഈ കാര്യത്തെക്കുറിച്ചിട്ട്, പ്രത്യേകിച്ച് നമ്മൾ ഗണിതശാസ്ത്ര വിദ്യാഭ്യാസത്തെക്കുറിച്ചിട്ട്, നമ്മുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചിട്ട്, നമ്മുടെ ഇന്ത്യയുടെ
ഇന്നത്തെ സാമൂഹ്യ സാംസ്കാരിക സാമ്പത്തിക അവസ്ഥയെക്കുറിച്ചിട്ട് ഒക്കെ വ്യാകുലപ്പെടുന്നവർക്ക് ഉള്ളതാണ്. അവർക്ക് ഇത് സശ്രദ്ധം കേൾക്കണം. ഇതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അറിയിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അത് വായിക്കട്ടെ. ഇത് ഒരു അസാധാരണ പുസ്തകമാണ്. പുസ്തക പ്രസിദ്ധീകരണ ക്രിയ എന്ന ദൗത്യത്തിൽ സഹായിച്ചവരുടെയും ആത്മാർത്ഥമായി സഹകരിച്ചവരുടെയും വൈപുല്യം കണക്കിലെടുത്താൽ ബ്രാക്കറ്റിൽ ഗ്രന്ഥകർത്താവിനോടുള്ള ഇവരുടെ ഗ്രൂപ്പ് ഫോട്ടോ പേജിൽ കൊടുത്തിട്ടുണ്ട്, അവസാന പേജിൽ കൊടുത്തിട്ടുണ്ട്. ഗണിതം എന്ന സാധാരണ വിഷയത്തിൽ അസാധാരണമായ പഠന അധ്യാപന രീതികളിലൂടെ സഞ്ചരിച്ച ഒരു അധ്യാപകൻ്റെ അമൂല്യമായ വിജ്ഞാനമാണ് ലളിതമായി ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. തെക്കേപ്പാട്ട് ബാലകൃഷ്ണൻ എന്ന ഗണിതശാസ്ത്ര അധ്യാപകൻ തൻ്റെ ശിഷ്യരുടെയെല്ലാം പ്രിയപ്പെട്ട ഗുരുനാഥനായിരുന്നു. ഫാറൂഖ് ട്രെയിനിങ് കോളേജിലെ ടീച്ചേഴ്സ് ട്രെയിനിങ് കാലത്ത് സൗമ്യമായും വിദഗ്ധമായും അധ്യാപക പരിശീലകരെ എങ്ങനെ സങ്കീർണമായ അധ്യാപനം സ്വാംശീകരിക്കാമെന്ന് സ്വതസിദ്ധമായ തൻ്റെ മൗലിക ശൈലിയിലൂടെ ബോധ്യപ്പെടുത്തി തന്ന് സ്നേഹാദരങ്ങൾ കവർന്ന മഹനീയ ഗുരുഭൂതനാണ് അദ്ദേഹം. പഠനം എന്നത് ബാഹ്യമായ സമ്മർദ്ദങ്ങളും ഭീഷണികളും പ്രലോഭനങ്ങളും ഇടപെടലുകളും ഇല്ലാതെ പഠിതാവിൻ്റെ സഹജവും നൈസർഗികവുമായ ചോദനയാൽ സ്വായത്തമാക്കേണ്ട ഒന്നാണ് എന്ന മനഃശാസ്ത്ര തത്വത്തെ പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ അധ്യാപന രീതി. ഇത് ഗണിതാധ്യാപനത്തെ വ്യത്യസ്തവും സൂക്ഷ്മവും ശരിയുമായ ഒരു ധാരണ വികസിപ്പിച്ചെടുക്കാൻ ശിഷ്യരെ സഹായിച്ചിട്ടുണ്ട്. ദേശത്തും വിദേശത്തുമായി കഴിഞ്ഞ തൻ്റെ സുസ്ഥിരമായ ഔദ്യോഗിക ജീവിതത്തിന് ശേഷമാണ് 2005 അദ്ദേഹം ഗണിതശാസ്ത്ര ഗ്രന്ഥരചനയിലേക്ക് കടന്നത്. തദവസരത്തിൽ ഞാൻ നടത്തിയ നിരവധി സന്ദർശനങ്ങളിൽ നിന്നാണ് ഈ പുസ്തകത്തിൻ്റെ ആശയപരമായ തുടക്കം. 2013 മുതൽ നടത്തിയ ഇത്തരം ഒരു സന്ദർഭങ്ങളിൽ രണ്ടു പേർക്കും ഏറെ താല്പര്യമുള്ള വിഷയമായ വിദ്യാഭ്യാസ നിലവാരത്തെക്കുറിച്ചും ഗണിതബോധന രീതിയെക്കുറിച്ചും ചർച്ച ചെയ്തു. അവയിൽ പ്രധാനപ്പെട്ട ആശയങ്ങൾ ഞാൻ ഏകദേശം 11 പോയിൻറ്റ്സ് തന്നെ ഇതിൽ പറയുന്നുണ്ട്. നെയ് ദില്ലിയിലെ ദേശീയ വിദ്യാഭ്യാസ ഗവേഷണ കൗൺസിൽ NCERT ന്യൂഡൽഹിയിൽ അതിൻ്റെ ആവിർഭാവത്തോടെ ആരംഭിച്ചതും ഇന്നും തുടർന്നു വരുന്നതുമായ വർഷം തോറുമുള്ള വിദ്യാഭ്യാസ നിലവാര പരിശോധനയിൽ ദേശീയ ഗണിത നിലവാരത്തിൽ അനുഭവപ്പെടുന്നതും മറ്റു വിഷയങ്ങളിലൊന്നും അനുഭവപ്പെടാത്തതുമായ നിലവാര ശോഷണം, അതായത് ഗണിതത്തിൽ നിലവാരം ഇന്ത്യയിൽ ആശങ്കാജനകമായി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓരോ വർഷവും തുടർച്ചയായി നടക്കുന്നു. ഇത് ഗൗരവമായി പരിഗണനയർഹിക്കുന്ന വിഷയമാണ്. ഇത് ഞങ്ങൾ രണ്ടാളും പൂർണ്ണമായും അംഗീകരിച്ച കാര്യമാണ്. 2 അതിൽ തന്നെ ഒന്നും കൂടെ, യൂറോപ്യൻ അധിനിവേശം ആരംഭിക്കുന്നത് വരെ പ്രധാനമായും 1650 വരെ സംഘമാധവൻ്റെ ഗണിത കാലഘട്ടം വരെ, അതായത് കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് വരെ ഗണിതശാസ്ത്ര മേഖലയിൽ നിലനിന്നിരുന്ന ഭാരതീയ പൈതൃകവും ഔന്നിത്യവും നഷ്ടപ്പെടാനുള്ള സാംസ്കാരികവും സാമൂഹ്യവും ഭൗതികവുമായ കാരണങ്ങൾ എന്തെല്ലാമാണ്? അതാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അടുത്തതായിട്ട്, ജനസംഖ്യയിലും മനുഷ്യ മസ്തിഷ്കത്തിലും എണ്ണത്തിൽ മുന്നിട്ടു നിൽക്കുന്ന ഭാരതത്തിന് ഗണിതശാസ്ത്ര നിലവാരത്തിൽ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാൻ വിദ്യാഭ്യാസം എന്ന ഏക വഴി മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ശാസ്ത്രീയമായ പ്രയോഗത്തിലൂടെയും പരിശോധനത്തിലൂടെയും
പരിപോഷണത്തിലൂടെയും സാധ്യമാകും. അതായത് എന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതായത് ഏതൊരു വിദ്യാഭ്യാസത്തിൻ്റെയും പ്രധാനപ്പെട്ടതും അമൂല്യവുമായ മൂലധനം മനുഷ്യ മസ്തിഷ്കമാണ്. ആ കാര്യത്തിൽ നമ്മൾ ചൈനയെ മറികടന്നിരിക്കുന്നു, യാതൊരു സംശയമില്ല. പക്ഷേ അതിൻ്റെ പരിശീലനം കൃത്യവും വ്യക്തവും ശരിയുമായ നിലയിലായാൽ മാത്രമേ നമുക്ക് അവരെപ്പോലെ തന്നെ എങ്കിലും വികസിപ്പിക്കാൻ കഴിയുള്ളൂ. അത് നമ്മൾ നാഷണൽ IQ ഓഫ് നാഷൻസ് നോക്കിയാൽ മതി. നമ്മൾ വളരെ പിന്നിലാണ് ഇപ്പോൾ. പക്ഷേ അത് ചെറുപ്പത്തിൽ മുതൽ തന്നെ വളരെ ശ്രദ്ധയാപൂർവം പരിശീലിപ്പിക്കുകയാണെങ്കിൽ, നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ, അതിനുവേണ്ടി നമ്മൾ വേണ്ടതൊക്കെ ചെയ്യുകയാണെങ്കിൽ യാതൊരു സംശയമില്ല, ഈ സാധനം നമ്മളെ കയ്യിലുള്ളതുകൊണ്ട് അതിനെ വികസിപ്പിക്കാൻ കഴിയും. അത്രത്തോളം ഗൗരവമായിട്ടും പ്രാധാന്യത്തോടുകൂടിയും ഇത് എടുക്കണം ഭരണാധികാരികൾ എന്ന് മാത്രം. 4. ബ്രിട്ടീഷുകാർ തങ്ങളുടെ ആവശ്യത്തിനും താൽപ്പര്യത്തിനുമായി വിജയപ്രദമായി ആവിഷ്കരിച്ച് നടപ്പാക്കിയ പ്രജാവിദ്യാഭ്യാസ രീതി സ്വാതന്ത്ര്യലബ്ധിക്കു ശേഷവും അഭംഗുരം തുടരുന്നു. അസ്വാതന്ത്ര്യത്തിൻ്റെ വിതരണവും യജമാന വിധേയത്വവും യജമാന സ്നേഹവും യജമാന ഭക്തിയും യജമാന ആദരവും പാശ്ചാത്യ സംസ്കാരത്തോടും ഭാഷയോടും അനൽപമായ ആദരവും അനുകരണത്വരയും സ്വസമൂഹത്തോടും സ്വസംസ്കാരത്തോടും അജ്ഞതയും അവഗണനയും പുച്ഛവും മനസ്താപവും പകരാൻ ഉപകരണമായ ഇംഗ്ലീഷ് പ്രജാവിദ്യാഭ്യാസ രീതി, കോളനി രീതി സ്വാതന്ത്ര്യ ലബ്ധിക്കു ശേഷവും നിർഭാഗ്യവശാൽ കൂടുതൽ കാര്യക്ഷമമായും വ്യാപകമായും നടപ്പിലാക്കുന്നതാണ് സ്വാതന്ത്ര്യാനന്തര അനുഭവങ്ങൾ. ഈ വിദ്യാഭ്യാസ രീതിയുടെ മുഖമുദ്ര പൊതു സ്വഭാവം എന്തെന്നാൽ ഈ വിദ്യാഭ്യാസ രീതിയുടെ മുഖമുദ്ര പൊതു സ്വഭാവം എന്നിവ എന്തെന്നാൽ ബന്ധപ്പെട്ട എല്ലാവരും അസ്വാതന്ത്ര്യത്തിൻ്റെ വിതരണം പല തലത്തിൽ പ്രയോഗിക്കുന്നു, പരിശീലിക്കുന്നു എന്നതാണ്. വെള്ളക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കാർക്ക്, അതായത് അവരുടെ പ്രജകൾക്ക്, അവർ നമ്മളെ വിളിച്ചിരുന്ന സബ്ജക്ട്സ് എന്നാണ്, മനുഷ്യനല്ല, ഒരു ഇൻഡിവിജ്വൽ എന്നല്ല, വെറും സബ്ജക്റ്റാണ് നമ്മൾ, വിഷയം, സബ്ജക്ട്സ് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. അങ്ങനെയുള്ള ഈ പ്രജകൾക്ക് സ്വാതന്ത്ര്യം നൽകുക എന്നത് ചിന്തിക്കാനാവാത്തത് തന്നെ. അതുകൊണ്ട് തന്നെ ഈ പ്രക്രിയയിൽ ഇടപെട്ടവരെല്ലാം വിദ്യാർത്ഥി, അധ്യാപകൻ, അധ്യാപിക, പ്രധാനാധ്യാപകൻ, പ്രിൻസിപ്പൽ, വിദ്യാഭ്യാസ ഓഫീസർ, ഡയറക്ടർ, ഗവൺമെൻറ് സെക്രട്ടറി ഈ ദൗത്യത്തിൽ പങ്കാളികളാണ്. എന്തിന്? അസ്വാതന്ത്ര്യത്തിൻ്റെ വിതരണത്തിൽ, പ്രയോഗത്തിൽ, പരിശീലനത്തിൽ പങ്കുള്ളവരാണ്. ഈ വ്യവസ്ഥയിൽ ഒരിടത്തും ആധുനിക ജനാധിപത്യ സമൂഹത്തിൻ്റെ മൗലികമായ സ്വാതന്ത്ര്യവും വിവേചനാധികാരവും ഒരു ഘടകത്തിനും ഇല്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അതിനാൽ സമൂഹത്തിൻ്റെ പൊതുജീവിതത്തിൽ നിന്നും അപരിചിതവും വേറിട്ടതും അപൂർവവും പതിവില്ലാത്തതുമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കസർത്തുകളും സ്വഭാവരീതികളും കർശനമായി പാലിക്കപ്പെടുന്നു. അതായത് സ്കൂളിൽ ഒരിക്കലും അയാളുടെ പൊതുജീവിതമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. അവിടെ ഒരു സ്കൂള്, അവിടെ അതുവരെ ഒന്നുമില്ല. എന്തിന്? സാധാരണ നിലക്ക് മലമൂത്ര വിസർജനം ചെയ്യാനുള്ള അവകാശം കൂടി ഇല്ലാത്ത രീതിയിൽ അതിനൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ട് അതൊക്കെ നിയന്ത്രിക്കണം എന്ന രീതിയിലുള്ളതാണെന്നർത്ഥം. എന്തായാലും കുറ്റവാളിയായ വ്യക്തിയുടെ ശിക്ഷണത്തിനായുള്ള തടവറയായ ജയിൽ, ടോട്ടൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതിന് ടോട്ടൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയാറ്, പോലെ ഇവിടെയും എല്ലാ കാര്യങ്ങളും സാധാരണ ജീവിതത്തിൽ നിന്നും തികച്ചും അന്യമാണ്. ജനാധിപത്യ സമൂഹത്തിലെ
വിദ്യാഭ്യാസം പരമാധികാര സ്വാതന്ത്ര്യ ജനാധിപത്യ പൗരനെ വാർത്തെടുക്കാൻ സമാനമായ പരമാധികാര സ്വാതന്ത്ര്യ പരിസരം വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഉടനീളം ലഭ്യമാക്കണം. ബന്ധപ്പെട്ട ഏതൊരാൾക്കും, വിദ്യാർത്ഥിക്കും, അധ്യാപികക്കും, രക്ഷിതാക്കൾക്കും, സമൂഹത്തിനും ചെയ്യുന്ന പ്രവൃത്തി സ്വയം തിരഞ്ഞെടുക്കാനും തീരുമാനിക്കാനും ബന്ധപ്പെട്ടവരെ പരിഗണിക്കാനും അവസരവും അവകാശവും ലഭ്യമാക്കണം. സ്വാതന്ത്ര്യപ്രാപ്തിയോടെ ലഭ്യമായ ഈ മഹത്തായ അസുലഭ സ്വാതന്ത്ര്യം വഴി ലഭ്യമായ അസുലഭ ദൗത്യം ഏതൊരു നൂതന ജനാധിപത്യ സമൂഹത്തിൻ്റെയും പരമമായ ഒരു സാംസ്കാരിക വെല്ലുവിളിയാണ്. പ്രധാനമായും ബന്ധപ്പെട്ട അധ്യാപികയും വിദ്യാർത്ഥിയും പരമാവധി സ്വതന്ത്രരും സ്വയം നിർണയാവകാശം ഉള്ളവരും അവ ആസ്വദിച്ച് മുന്നേറുന്നവരും ആയിരിക്കണം. അവർ ജീവിതഗന്ധിയായ പ്രവർത്തനങ്ങളിലൂടെ സാർത്ഥകവും ക്രിയാത്മകവുമായ വിദ്യകളുടെ അഭ്യാസം ഫലപ്രദമായി നടത്തണം. മുൻഗണന നൽകണം. നിലവിലുള്ള വ്യവസ്ഥയിൽ അതിനെ സഹായിക്കാത്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിഷ്കരുണം ഒഴിവാക്കണം. ഈ നമ്മളെ ലക്ഷ്യമല്ലാത്ത എന്തും, ഉദാഹരണമായിട്ട് പരീക്ഷ നമ്മളെ വിവേചനം നടത്താനാണ്. നമ്മൾ അന്യോന്യം വലിയവനും അസൂയാക്കുനിട്ട് വിദ്വേഷം, പക, പിന്നെ കളവ് പറയാനുള്ള ത്വര, നുണ ചെയ്യാനുള്ള, കോപ്പി അടിക്കാനുള്ള ത്വര, ഇതൊക്കെ ഉണ്ടാക്കുന്നതാണ് ഈ പരീക്ഷ. അതല്ല വേണ്ടത്. ഇൻഡിവിജ്വലായിട്ട് പരീക്ഷ ആയിക്കോട്ടെ, അത് പൊതുപരീക്ഷ വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. 6. സ്വാതന്ത്ര്യത്തിനു ശേഷം അനിവാര്യമായും നടക്കേണ്ടിയിരുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിലുള്ള ശാസ്ത്രീയമായ അപകോളനീകരണം, ഡീകോളനൈസേഷൻ നടന്നില്ല എന്നത് രാഷ്ട്രത്തിലെ സഹജമായ പുരോഗതിയെ ബാധിച്ചു. നിലനിൽക്കുന്ന വിദ്യാഭ്യാസ രീതിയുടെ അലകും പിടിയും പാടെ മാറ്റി പുതുതായി ലഭ്യമായ സ്വാതന്ത്ര്യ ജനാധിപത്യ സാഹചര്യത്തിൽ വിദ്യാഭ്യാസ ലക്ഷ്യം പരമാധികാര സ്വതന്ത്ര രാഷ്ട്രത്തിൻ്റെ പൗരന് ആവശ്യമായതും ഉത്തമവും അനിവാര്യവുമായ സ്വഭാവ ഗുണങ്ങളെ നിശ്ചയിച്ചുറപ്പിച്ച് പട്ടികയാക്കുക. അവയുടെ നവയുഗത്തിൽ അവയുടെ പ്രയോഗവും പരിശീലനവും പരിപോഷണവും ഫലപ്രദമാക്കാവുന്ന ആധുനിക മനഃശാസ്ത്ര രീതികൾ നിർദ്ദേശിക്കാൻ വിദഗ്ധരെ ഏൽപ്പിക്കുക. 3. സാമൂഹ്യ ഘടകങ്ങളായ വിദ്യാർത്ഥി, അധ്യാപിക, രക്ഷിതാക്കൾ, സമൂഹം എന്നിവർക്ക് പരമാവധി സ്വാതന്ത്ര്യവും അധികാരവും ഉത്തരവാദിത്വവും, സ്വാതന്ത്ര്യം മാത്രം കൊടുത്താൽ പോരാ, ഉത്തരവാദിത്വവും കൊടുക്കണം, നൽകി അവ സാക്ഷാത്കരിക്കാനും സാധ്യമാക്കുന്നതിനും അവസരം ഒരുക്കുക. ഈ സ്വാതന്ത്ര്യലബ്ധിയോടെ നടക്കേണ്ടിയിരുന്നത് ഇതൊക്കെയാണ്. നിർഭാഗ്യവശാൽ സ്വാതന്ത്ര്യ ജനാധിപത്യ ഇന്ത്യയിൽ ഈ പ്രക്രിയ, ഈ അപകോളനീകരണം ഇതുവരെ നടന്നിട്ടില്ല. ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ ചരിത്ര ദൗത്യവും അടിയന്തര കടമയും ആണിത്. നേരെ മറിച്ച് എന്താ നടന്നത്? പഴയ വെള്ളക്കാരൻ്റെ അതേ വിദ്യാഭ്യാസം, അതേ ലക്ഷ്യം വെച്ചുകൊണ്ട് അത് കൂടുതൽ കാര്യക്ഷമമായും കൂടുതൽ നന്നായിട്ടും നടത്തുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. ഓർക്കണം നിങ്ങൾ, യഥാർത്ഥത്തിൽ വെള്ളക്കാരൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? അതേ ലക്ഷ്യമാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ കേരളത്തിലൊക്കെ അത് ചെയ്തിട്ട് പോലും ഉണ്ടായ മാറ്റങ്ങൾ നോക്കൂ. മറ്റിടത്തൊന്നും ഒന്നും ചെയ്തിട്ടില്ല, അതുപോലും ചെയ്തിട്ടില്ല. എന്തായാലും വിദ്യാഭ്യാസം യഥാർത്ഥത്തിൽ വേണ്ട രീതിയിൽ കൊടുത്താൽ ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ, ഏറ്റവും സയൻസ് ആൻഡ് ടെക്നോളജിയിൽ മുന്നേറുന്ന രാജ്യമാകുമായിരുന്നു നമ്മൾ. അതിനുള്ള അവസരം നമുക്ക് കിട്ടിയില്ല. എന്തായാലും അടുത്തതായിട്ട് 7. സ്വതന്ത്ര ജനാധിപത്യ പരമാധികാര സമൂഹത്തിൽ വിദ്യാഭ്യാസ ലക്ഷ്യവും തുലവും വ്യത്യസ്തമാണ്.
ഉദാത്തവും മാനവികവുമായ സത്യസന്ധത, അപരസ്നേഹം, സഹാനുഭൂതി, ത്യാഗമനോഭാവം, സഹജീവി സ്നേഹം, ദയ, കരുണ, നിസ്വാർത്ഥത, അർപ്പണബോധം, സാമൂഹ്യ പ്രതിബദ്ധത, അന്വേഷണത്വര, സർഗാത്മകത, ആത്മവിശ്വാസം, നിർഭയത്വം, ശാസ്ത്രീയബോധം, പ്രശ്നപരിഹാരശേഷിയും ത്വരയും മുതലായ ഉത്കൃഷ്ട സ്വഭാവ ഗുണങ്ങൾ പരിപോഷിപ്പിക്കുക മാത്രമല്ല അവയെ പ്രതികൂലമായി ബാധിക്കുന്ന പ്രജാഗുണങ്ങൾ വികസിപ്പിക്കുന്ന ഓരോ പ്രയോഗവും പരിപാടിയും വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിന്നും പാടെ ഒഴിവാക്കുക കൂടി വേണം. ഏറ്റവും ചുരുങ്ങിയത് ആധുനിക അധിനിവേശ കാലത്തിനു മുമ്പുണ്ടായിരുന്ന സമ്പ്രദായങ്ങളിൽ നിന്നടക്കം അനിവാര്യമായതും ആവശ്യമായതും ചികഞ്ഞ് തിരഞ്ഞെടുത്ത് പരിഷ്കരിക്കുകയും പരിപോഷിപ്പിക്കുകയും അനാവശ്യമായതെല്ലാം പുതിയതും പഴയതും പരിത്യജിക്കുകയും കാലത്തിനനുസരിച്ച് രൂപകൽപ്പന ചെയ്യുകയും ചെയ്യണം. 8. ഉദാഹരണമായി സതീർത്ഥ്യർക്കിടയിൽ വ്യത്യസ്ത തലത്തിൽ വിവേചനം സൃഷ്ടിക്കുകയും അതുവഴി വ്യക്തിയിൽ അസൂയ, കുനുട്ട്, വിദ്വേഷം, പക, കളവ് ചെയ്യാനും പറയാനും കോപ്പിയടിക്കാനും ഉള്ള ത്വര മുതലായവക്ക് അടിത്തറയായ പൊതുപരീക്ഷകൾ, മാർക്കുകൾ, ഗ്രേഡുകൾ, തരംതിരിക്കൽ, ജയിപ്പിക്കൽ, തോൽപ്പിക്കൽ എന്നീ വിവേചനങ്ങൾ ഒഴിവാക്കണം. ഓരോ കുട്ടിക്കും അവരുടെ കഴിവിനും ശേഷിക്കും അനുസരിച്ചുള്ള പാഠഭാഗങ്ങളും ടെക്സ്റ്റ് ബുക്കുകളും അധ്യാപകരുടെ സജീവ സഹായത്താൽ കുട്ടികൾ തയ്യാറാക്കണം. അത് സാധ്യമായി എന്ന് വരുത്തുന്നത് സമൂഹത്തിൻ്റെയും മേലധികാരികളുടെയും ഉത്തരവാദിത്വവും കടമയും ആക്കണം. 9. ഒരു വ്യക്തി ജനിച്ച് പിച്ചവെച്ച് വളർന്ന് മാതാവിൻ്റെ അമ്മിഞ്ഞയോടൊപ്പം സ്വാംശീകരിച്ച മാതൃഭാഷയിൽ അഥവാ ജീവിക്കുന്ന ഭാഷയിൽ ആണ് വ്യക്തിക്ക് ആശയ സ്വാംശീകരണ ശേഷി പാരമ്യ നിലവാരത്തിൽ സാധ്യമാകുന്നത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വാചകം, അതായത് ഒരു വ്യക്തി ജനിച്ച് പിച്ചവെച്ച് വളർന്ന് മാതാവിൻ്റെ അമ്മിഞ്ഞ പാലയോടൊപ്പം സ്വാംശീകരിച്ച മാതൃഭാഷയിൽ അഥവാ വ്യക്തി ജീവിക്കുന്ന ഭാഷയിലാണ് വ്യക്തിക്ക് ആശയ സ്വാംശീകരണ ശേഷി പാരമ്യ നിലവാരത്തിൽ സാധ്യമാകുന്നത്. ഗണിതശാസ്ത്രം പോലുള്ള അമൂർത്തവും പലപ്പോഴും ഭൗതികേതരവും ആശയാധിഷ്ഠിതവുമായ വിഷയങ്ങൾ സ്വയം സ്വീകരിക്കാൻ, സ്വായത്തമാക്കാൻ എത്ര ബുദ്ധിശാലിയായ വ്യക്തിക്കും മാതൃഭാഷയാണ് ഉത്തമം. ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. ഞാൻ ഒന്നും കൂടി വായിക്കാം. അതായത് ഗണിതശാസ്ത്രം പോലുള്ള അമൂർത്തവും പലപ്പോഴും ഭൗതികേതരവും ആശയാധിഷ്ഠിതവുമായ, ഇത് അമൂർത്തമാണെന്ന് മാത്രമല്ല മൂർത്തമായ വസ്തുക്കളുടെ അമൂർത്തമായ സ്വഭാവങ്ങളാണ് നമ്മൾ ഗണിതത്തിൽ ഉപയോഗിക്കുന്നതിനർത്ഥം. അതിൽ പഠന വിഷയം സ്വായത്തമാക്കാൻ എത്ര ബുദ്ധിശാലിയായ വ്യക്തിക്കും മാതൃഭാഷയാണ് ഉത്തമം. കിൻഡർ ഗാർഡൻ മുതൽ ഗവേഷണ തലം വരെ, അതായത് അംഗൻവാടി, LKG മുതൽ സർവകലാശാലയിലെ PhD വരെ ഏതൊരു വ്യക്തിക്കും വിദ്യാഭ്യാസ കാലഘട്ടം മുഴുവൻ മാധ്യമമായി നിലവിൽ മനുഷ്യൻ ആർജിച്ചിട്ടുള്ള എല്ലാ വിജ്ഞാനവും മാതൃഭാഷയിൽ സ്വാംശീകരിക്കുന്നതിന് ഏതൊരു പുരോഗമനകാംക്ഷയുള്ള സമൂഹത്തിൻ്റെയും വ്യക്തിയുടെയും സ്വാഭാവികമായ വികാസത്തിന് ഉത്തമമാണ്. ചൈനയുടെ അനുഭവം പ്രസക്തമാണ്. ചൈനയിൽ ഈ LKG മുതൽ PhD തലം വരെയുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ ഭാഷയിൽ തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ടുണ്ടായ മാറ്റം നിങ്ങൾ നോക്കുക. മാത്രമല്ല സാമ്രാജ്യത്തിൻ്റെ യജമാനന്മാർ അരുമകളായ പ്രജകൾക്കു അനിവാര്യമായ സ്വഭാവ ഗുണങ്ങൾ അനുസരണം, യജമാനഭക്തി, ആരാധനാ മനോഭാവം,
യജമാനനോടുള്ള സ്നേഹാദരവ്, യജമാനൻ്റെ സംസ്കാരത്തോടും ഉള്ള അഭിനിവേശവും പ്രശംസയും അനുകരണശീലത്വരയും സമൂഹത്തിൽ നിന്ന് അകലാനുള്ള രക്ഷപ്പെടാനുള്ള വ്യക്തിപരമായ അഹന്ത, സ്വാർത്ഥത, തൻപോരിമ, അസൂയ, മാത്സര്യം, ആത്മനിന്ദ, സ്വസംസ്കാരത്തോടുള്ള അജ്ഞത, അകൽച്ച, പുച്ഛം, അവഗണന, പരിത്യജിക്കാനുള്ള ദാഹം മുതലായവക്കുള്ളതെല്ലാം വിദഗ്ധമായി ഇന്നത്തെ വിദ്യാഭ്യാസ ക്രമത്തിൽ അവർ സന്നിവേശിപ്പിച്ചിരിക്കുന്നു. ഇവ പ്രജകൾക്ക് അനിവാര്യമായ ഗുണങ്ങളുമാണ്. അവക്കുള്ള പ്രവർത്തന പരിശീലനങ്ങളാണ് ഇന്നും തുടരുന്നത്. പ്രജാവിദ്യാഭ്യാസ രീതിയിലൂടെ സ്വാംശീകരിച്ച മസ്തിഷ്ക പ്രക്ഷാളനം നടത്തപ്പെട്ടവരാണ് അനന്തരഫലമായി അനുഭവപ്പെട്ട മാനസിക അടിമത്വത്തിന് കാരണമായതെന്ന് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. 1916 അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇന്ത്യക്കാരെ അടിമയാക്കിയത് വെള്ളക്കാരനല്ല, ബ്രിട്ടീഷുകാരനല്ല. ഈ മഹാഭാവത്തിൻ്റെ മുനതിരിയുന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാരിലേക്കാണ്. അതാണ് നമ്മൾ ഇന്നും കാണുന്നത്. ഇന്നും നമുക്ക് ഇംഗ്ലീഷുകാരൻ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വലിയ വിലയാണെന്ന് അർത്ഥം. മാത്രമല്ല, ഒരാളെ കൊല്ലണമെങ്കിൽ തന്നെ അത് മലയാളത്തിൽ പറഞ്ഞാൽ അയാൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ പറയാൻ പാടില്ല. കോടതി ഭാഷ ഇംഗ്ലീഷാണ് നല്ലത്. അത്രത്തോളം അത് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ നമുക്കിപ്പോഴും മനസ്സിലാവുന്ന അർത്ഥം. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, അടുത്തതായിട്ട് ഈ സാഹചര്യത്തിലാണ് താൻ മലയാളത്തിൽ തയ്യാറാക്കിയ ഗണിതരചനകളെക്കുറിച്ച് ബാലകൃഷ്ണൻ മാഷ് സൂചിപ്പിച്ചത്. ഗണിതത്തിൽ ഇത്തരം അടിസ്ഥാനപരവും ഗൗരവമാർന്നതുമായ ഗ്രന്ഥങ്ങളുടെ അഭാവം മാതൃഭാഷയായ മലയാളത്തിൽ ഉണ്ട് എന്നതിനാൽ ഈ ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കാൻ അനുവാദം തരണമെന്ന് ഞാൻ അപേക്ഷിച്ചു. സന്തോഷത്തോടെ ഇതിനാവശ്യമായ സാമ്പത്തികം മുഴുവൻ മാസ്റ്റർ വഹിക്കാമെന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചു. പ്രസിദ്ധീകരണത്തിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ നിർദ്ദേശിച്ചു. മാത്രമല്ല, മലയാളത്തിന് തൻ്റെ വകയായി, തൻ്റെ സമർപ്പണമായിട്ട് ഈ പ്രസിദ്ധീകരണാവശ്യം മലയാളികൾക്കെല്ലാം ആയിട്ട് നൽകാൻ ഞാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്രയും അമൂല്യമായ ആദ്യ 2 ഗ്രന്ഥങ്ങളുടെ കയ്യെഴുത്ത് പ്രതികൾ ടൈപ്പ് ചെയ്ത് ഉടൻ പുസ്തകമാക്കാനുള്ള ശ്രമം അന്നു തന്നെ ആരംഭിച്ചു. എന്തായാലും അതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് പിന്നെ പറയുന്നത്. അത് മറ്റുള്ള അതിൽ പറയുന്നത് തന്നെയാണ്. അതായത് പല സ്ഥലങ്ങളിലും പോയിട്ടും ഇത് നടന്നില്ല. അവസാനം എന്തോ ഭാഗ്യത്തിന് പാലക്കാട്ടിലുള്ള MR ഡിസൈൻസ് ആൻഡ് പ്രിൻസിൻ്റെ പിന്നെ മധുവും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും കൂടിയാണ് അത് ചെയ്തു തന്നത്. എന്തായാലും അതിന് അവരോട് നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. എന്തായാലും അവരും അതേപോലെ കോളേജിലെ അധ്യാപക പരിശീലകരും അവിടുത്തെ പ്രൊഫസർമാരും എല്ലാം കൂടിയിട്ടാണ് പിന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. അത് ഇന്നലത്തെ ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെ നമ്മൾ പറഞ്ഞ ആ കാര്യത്തിലുള്ളത് തന്നെയാണ്. പിന്നെ ആകെ ഒരു കാര്യം പറയാനുള്ളത്, ഇന്നലത്തെ അത് നമ്മൾ വളരെയധികം കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യമായിരുന്നു. അതായത് 3 പാരഗ്രാഫുകൾ ഈ പുസ്തകത്തെക്കുറിച്ച് എന്ന് പറഞ്ഞില്ലേ, 3ാമത്തെ പാരഗ്രാഫ് 3 പാരഗ്രാഫുകൾ ഞാൻ ഒന്നും കൂടിയും വായിക്കാം. 1498 മെയ് 20 പുലർച്ചെ വാസ്കോ ഡി ഗാമ തൻ്റെ 2
യാനങ്ങളിൽ പീരങ്കി ഘടിപ്പിച്ച യാനങ്ങളിൽ നിന്ന് തുപ്പിയ അഗ്നിഗോളങ്ങൾ തകർത്തത് പ്രാദേശിക ഭരണകൂടങ്ങളുടെ പരമാധികാരവും സാമ്പത്തിക നിലവാരവും മാത്രമല്ല, പരമ്പരാഗതമായി നാം ഭാരതം ആർജിച്ചിട്ടുള്ള ഗണിതാവബോധത്തിൻ്റെ പാരമ്പര്യവും ഔന്നിത്യവും നിലവാരവുമാണ്. അത് തിരിച്ചു പിടിക്കാൻ 1835 ഫെബ്രുവരി 2 തോമസ് ബാപ്റ്റിസ്റ്റൻ മെക്കാളെ പ്രഭു ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ സമർപ്പിച്ച മിനിറ്റ്സ് അനുസരിച്ച് നടപ്പാക്കിയ ഇംഗ്ലീഷ് വിദ്യാഭ്യാസ രീതിക്കോ അല്ലെങ്കിൽ പ്രജാവിദ്യാഭ്യാസ രീതിക്കോ 1947 ആഗസ്റ്റ് 15 ലഭിച്ച ദേശീയ സ്വാതന്ത്ര്യത്തിന് ശേഷം ജനാധിപത്യ സർക്കാർ തുടരുന്ന വിദ്യാഭ്യാസ രീതിക്കോ കഴിഞ്ഞില്ലെന്നത് മാത്രമല്ല, അത് അഭംഗുരം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ തകർച്ച തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ കുഞ്ഞിൻ്റെയും അമൂല്യവും അനന്യവും അന്തർലീനവുമായ ശേഷികൾ പരിപോഷിപ്പിക്കുന്നതിന് ആവണം സിലബസ്. ഓരോ കുഞ്ഞിൻ്റെയും സിലബസും ടെക്സ്റ്റ് ബുക്കുകളും പാഠങ്ങളും കുഞ്ഞിൻ്റെ സജീവ സാന്നിധ്യത്തിൽ തനതു ശേഷികൾക്കനുസരിച്ച് കുഞ്ഞോ ബന്ധപ്പെട്ടവരോ തയ്യാറാക്കണം. ശാസ്ത്ര സാങ്കേതിക IT മേഖലയിലുള്ള വികാസം അതിനായി ഉപയോഗിക്കാം. അതായിരിക്കണം ഓരോ കുഞ്ഞിൻ്റെയും മൗലിക ശേഷികളെ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും ടെസ്റ്റിമോണിയലുകളും. അല്ലാതെ നമ്മളെ പരീക്ഷ നടത്തി മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഈ കഴിവുണ്ട് എന്നുള്ളതിന് ഒരു തെളിവുമില്ല. നേരെ മറിച്ച് ഇതാണെങ്കിൽ 100% നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. അധ്യാപകനെയും വിദ്യാർത്ഥികളെയും ഉന്നതാധികാരികളിൽ നിന്നും വിമോചിപ്പിച്ച് സ്വതന്ത്രരാക്കുന്നതോടൊപ്പം അവരുടെ സമൂഹത്തോടുള്ള കടമകൾ വർദ്ധിക്കുന്നു എന്നത് ഉറപ്പുവരുത്തണം. അതായത് അധ്യാപകരെ കണ്ടമാനം തുറന്നു വിട്ടിട്ട് അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനല്ല ഉദ്ദേശിച്ചത്. അവരുടെ ഇത് വളരെ കൂടുതൽ ഗൗരവവും ഉപകാരപ്രദമായ ജോലിയാണെന്ന് ബോധ്യം അവർക്കും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്തിട്ട് കാര്യമുള്ളൂ. അതിനുള്ള നീതിപൂർവവും മാന്യവുമായ പ്രതിഫലവും അതിനുള്ള നിയമനിർമ്മാണങ്ങളും വ്യക്തമായും കൃത്യമായും സ്പഷ്ടമായും സമൂഹം നടത്തണം. അതായത് അധ്യാപകൻ തൻ്റെ ലഭ്യമായ സമയവും ജീവിതം തന്നെയും കുഞ്ഞുങ്ങൾക്കായി അർപ്പിക്കുന്നതിനുള്ള പ്രതിഫലം സാമൂഹ്യ അംഗീകാരവും സാമ്പത്തിക ഉന്നമനവും നിയമനിർമ്മാണത്തിലൂടെ ഭരണാധികാരികളായ ജനകീയ സർക്കാർ ഉറപ്പുവരുത്തണം. അങ്ങനെ ഉറപ്പുവരുത്തിയാൽ മാത്രമേ ഈ കുഞ്ഞ് ഏറ്റവും നന്നായിട്ട് വികസിക്കണം, വളരണം, അവൻ്റെ ബുദ്ധി വികസിക്കണം എന്ന തൃഷ്ണ അധ്യാപകനുണ്ടാവുള്ളൂ. മാത്രമല്ല അങ്ങനെ അവൻ എത്ര കണ്ട് കൂടുതൽ നന്നായി ഉയരങ്ങളിലേക്ക് എത്തുന്നോ അതൊക്കെ അധ്യാപകന് ഉപകാരപ്രദമാവുന്ന രീതിയിലുള്ള നിയമം. അതായത് ചെറിയ വരുമാനത്തിലെ ചെറിയൊരു ഭാഗം പ്രാഥമിക അധ്യാപകർക്ക് നൽകണം. അതിനുള്ള നിയമനിർമ്മാണം നടത്തണം എന്നാണ് നമ്മൾ അതുകൊണ്ട് പറയുന്നത്. മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ട ചുമതല ഉറപ്പുവരുത്തിയ പോലെ തങ്ങളാക്കിയ ഗുരുക്കളുടെയും സംരക്ഷണം ബാധ്യതയാക്കുന്ന നിയമനിർമ്മാണം നടത്തണം. ഇത്രയുമാണ് നമ്മൾ അതുകൊണ്ട് പറഞ്ഞത്. ഇതൊക്കെ തന്നെ നമ്മളെ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം അത് വെള്ളക്കാരൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് മാറി ഒരു ജനകീയ ജനാധിപത്യ സ്വതന്ത്ര രാജ്യത്തിൻ്റെ പരമാധികാര രാജ്യത്തിൻ്റെ പ്രജകളുടെ വികാസം, അതായത് ഒരു പൗരൻ്റെ വികാസം. പൗരൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഉടമയാണ്. ആ ഉടമയുടെ ഏറ്റവും ഉദാത്തമായ വികാസം ഉറപ്പുവരുത്തുന്ന രീതിയിൽ നമ്മളെ വിദ്യാഭ്യാസ മേഖലയാകെ പരിഷ്കരിക്കേണ്ടതുണ്ട്, ഉടച്ചു വാർക്കേണ്ടതുണ്ട്, അലകും പിടിയും മാറ്റേണ്ടതുണ്ട്. ഇത് നടത്താനുള്ള ചെറിയൊരു തോന്നലെങ്കിലും ഈ സംരംഭം കൊണ്ട്, ഈ പുസ്തകങ്ങളെ കൊണ്ട് ഉണ്ടാവും എന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഈ 4 പുസ്തകങ്ങളും എല്ലാ ജില്ലകളിലും പരമാവധി വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും ഗണിതശാസ്ത്ര ക്ലബ്ബുകളുടെയും സഹായത്തോടുകൂടെ
പ്രചരിപ്പിക്കണമെന്നും മാത്രമല്ല ഇത് റിലീസ് ചെയ്യുന്നതോടുകൂടി തന്നെ എല്ലാ സബ് ജില്ലയിലും ഗണിത ബോധനത്തിൻ്റെ അപകോളനീകരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ചത് ഡീസെൻട്രലൈസേഷനാണ്. പൂർണ്ണമായ വികേന്ദ്രീകരണം, പ്രാദേശികമായ വികേന്ദ്രീകരണം ഗണിത വിദ്യാഭ്യാസത്തിൽ വരുത്തുമ്പോഴേ മാത്രമേ അതിന് ശരിക്കും പ്രാദേശികമായ മണ്ണിൽ ആഴ്ന്നിറങ്ങുന്ന വേരുകൾ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ യാതൊരു സംശയവും വിചാരിക്കേണ്ട, നമ്മുടെ പൂർവികരുടെ ആ സഹസ്രാബ്ദങ്ങളായി നമ്മൾ നേടിയെടുത്ത ഔന്നിത്യം നമ്മൾ തിരിച്ച് നമുക്ക് ഈ വേരുകളിലൂടെ നമുക്ക് കിട്ടും എന്നതിന് യാതൊരു സംശയമില്ല. അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും ഗണിതശാസ്ത്രത്തിലെങ്കിലും ഏറ്റവും ഉന്നതമായ പദവിയിലേക്ക് നമുക്ക് എത്താൻ കഴിയും. അതിന് ചുരുങ്ങിയത് ഇന്ന് നമ്മളതിന് ശ്രമിക്കുകയാണെങ്കിൽ ചുരുങ്ങിയത് ഒരു 4 തലമുറയെങ്കിലും, അതായത് ഒരു നൂറ്റാണ്ടെങ്കിലും എടുത്താൽ, ഇപ്പം നമ്മൾ തുടങ്ങിയാൽ ഒരു നൂറ്റാണ്ടെങ്കിലും എടുത്താൽ നമുക്ക് ചൈനയുടെ ഒപ്പം എത്താൻ കഴിയും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഇതിപ്പോൾ ഇത്ര പെട്ടെന്നൊന്നും നടക്കില്ല. കാരണം നമ്മളെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 82-ലും കുറഞ്ഞെന്നാണ് പറയുന്നത്. നമ്മളെ IQ നിലവാരം അവരോടൊപ്പമെങ്കിലും എത്തണം. അപ്പോഴേ നമ്മൾ അവരെക്കാൾ കാരണം എന്താ, അപ്പോഴാണ് നമ്മളെ ബുദ്ധി മൂലധനം, ഇൻ്റലിജൻസിലെ ക്യാപിറ്റൽ നമുക്ക് കൂടുതൽ അപ്പോഴേ ഉണ്ടാവുള്ളൂ എന്നർത്ഥം. അതായത് ഇൻ്റലിജൻസ് തൂക്കം മാത്രം ഉണ്ടായാൽ പോരാ, അതിൻ്റെ ക്വാളിറ്റിയും വർദ്ധിക്കണം. ഈ ക്വാളിറ്റി വർദ്ധിക്കാനാണ് നമ്മൾ ആ രീതിയിലുള്ള, അതായത് ഗണിതശാസ്ത്രം സ്വയം കണ്ടെത്താനും പഠിക്കാനുള്ള ഡിസ്കവറി മെത്തേഡ്, ചൈനയുടെ ഡിസ്കവറി മെത്തേഡ് പോലെ ഉള്ള അതിനൂതനമായ ആശയങ്ങൾ ഗണിതശാസ്ത്രത്തിൽ നമ്മൾ കൊണ്ടുവരികയും അത് പ്രയോഗിക്കുകയും അതുവഴി ഓരോ കുഞ്ഞും മുമ്പിലുള്ള ഏതൊരു പ്രശ്നത്തെയും നിർദ്ധാരണം ചെയ്യുക, പ്രശ്നപരിഹാരം സ്വയം കണ്ടെത്താനുള്ള പരിശീലനവും ആത്മവിശ്വാസവും നേടുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഗണിതശാസ്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ കാണാതെ പഠിച്ച് പരീക്ഷ എഴുതി കുറേ മാർക്ക് വാങ്ങലല്ല. അത് നാം മനസ്സിലാക്കുകയാണെങ്കിൽ യാതൊരു സംശയവും വിചാരിക്കേണ്ട, ലോകത്തിലെ നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പായിരിക്കും. അതിനായിരിക്കും ഏറ്റവും കൂടുതൽ സാമ്പത്തികമായ സഹായം നൽകുന്നത്. ഇപ്പോൾ 2% പോയിട്ട് 1% അടുത്തെത്തുന്നത്, അത് ചുരുങ്ങിയത് ഒരു 5% കൂടുതലെങ്കിലും, ആകെയുള്ള GDP-യുടെ 5% കൂടുതലെങ്കിലും ആവുമെങ്കിൽ മാത്രമേ നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ അതിൻ്റേതായ ഗൗരവത്തോടു കൂടി എടുക്കുന്നുള്ളൂ എന്നും ലോകത്തിലെ ഏറ്റവും അമൂല്യമായ സമ്പത്ത് മനുഷ്യ മസ്തിഷ്കമാണെന്നും അത് വേണ്ട രീതിയിൽ പരിശീലിപ്പിക്കുകയും പ്രയോഗിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോകത്തിലെ ഏറ്റവും മുന്നിൽ നിൽക്കാൻ പറ്റിയ രീതിയിൽ ദൈവം തന്നെ നമ്മളെ ഇന്ത്യയെ ആക്കിയിട്ടുണ്ടെന്നും നമ്മൾ ഓരോ ഇന്ത്യക്കാരനും മനസ്സിലാക്കണമെന്നല്ലാണ് ഈ മണ്ടന്മാരായ രാഷ്ട്രീയക്കാരുടെ വങ്കത്തരത്തിന് നിൽക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയുന്നത്. ഇത് കേൾക്കുന്ന വല്ല രാഷ്ട്രീയക്കാരനുണ്ടെങ്കിൽ അവനിതൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.